Welcome back to the video lectures of EST130 Part A Basic Electrical Engineering. So this is the fourth tutorial on this module 2. Before going to that, in the last classes we were detailedly discussing about electromagnetic induction, types of various induction and various rules related to electromagnetic induction, and also we discussed detail about magnetism, different phenomena related to electromagnetic induction, and some numerical problems also. In this video we are covering parallel magnetic circuits. In the last video we did some problems on series magnetic circuits. Series magnetic circuit എന്ന് പറയുമ്പോൾ there will be only one path for magnetic flux. ഇത് ഒരു മാഗ്നറ്റ് ആണ് എന്ന് വിചാരിച്ചാൽ, if we are giving some excitation by giving some windings here, then flux will pass only in one path. ഒരൊറ്റ പാത്ത് മാത്രമേ ഫ്ലക്സിന് അവൈലബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ. ഇത്തരമൊരു മാഗ്നറ്റിക് പാത്തിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിനെ നമ്മൾ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നു. ഫ്ലക്സിന് പോകാൻ ഒന്നിൽ കൂടുതൽ വഴികൾ ഉണ്ടെങ്കിൽ, if the flux is having two or more than two parallel paths, then such a circuit is known as parallel magnetic circuits. So parallel magnetic circuits നെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. Before going to the depth of parallel magnetic circuit, we should have a basic understanding of a parallel electric circuit. അതിൻ്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇലക്ട്രിക്കൽ പഠിക്കുമ്പോൾ തുടക്കക്കാരായിക്കോട്ടെ, ഓർ ഇഫ് യു ആർ എ ബിടെക് ഗ്രാജുവേറ്റ് ഓർ എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്, വാട്ട് എവർ ഇറ്റ് മേ ബി, the main concept you have to clear that is, in a parallel circuit, voltage in all parallel branches will be same, but current will be different. നേരെ ഒരു സീരീസ് സർക്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഏത് സ്ഥലത്തെടുത്താലും കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ വോൾട്ടേജ് ഡിഫറെൻ്റ് ആകാം. ആ സീരീസ് പാത്തിലുള്ള ഓരോ കമ്പണൻസിലും വോൾട്ടേജ് ഡിഫറെൻ്റ് ആകാം, പക്ഷെ കറണ്ട് എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജ് ഈസ് സെയിം. എല്ലാ പാരലൽ ബ്രാഞ്ചിലും വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ഓർത്ത് വെക്കാൻ നിങ്ങൾ ഒരൊറ്റ എക്സാമ്പിൾ എടുത്താൽ മതി. നമ്മുടെ വീട്ടിലൊക്കെയുള്ള വയറിങ്, എല്ലാ ലൈറ്റിലും നിങ്ങൾക്ക് 220 വോൾട്ട്, 200 അല്ലെങ്കിൽ 230 വോൾട്ട് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏത് മെഷീൻ, ഏത് ലൈറ്റ്, ഏത് TV എന്ത് വെച്ചാലും അതിന് 230 വോൾട്ട് കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ കുറേ റിമോട്ട് സ്ഥലത്തേക്ക് പോകുന്നതനുസരിച്ച് ഓരോ വീടും കഴിയുമ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഓരോ പ്ലഗിലും കഴിഞ്ഞ് അകത്തേക്ക് അല്ലെങ്കിൽ മോൾ നിലയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വോൾട്ടേജ് എന്താവുന്നില്ല, കുറയുന്നില്ല. എന്താ കാരണം? നിങ്ങളുടെ വീട്ടിൽ വയറിംഗ് സിസ്റ്റം പാരലൽ ആയിട്ടാണ് ഓരോ പോയിന്റ്സും വയർ ചെയ്തിരിക്കുന്നത്. സോ പാരലൽ സിസ്റ്റത്തിൽ എപ്പോഴും വോൾട്ടേജ് സെയിം ആണെന്നുള്ള കാര്യം ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് യെല്ലോ കളറിൽ, നമ്മളൊരു സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സോഴ്സിൽ നിന്ന് പുറത്തേക്ക് ഒരു ഏരോ മാർക്ക് വഴി കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അത് ഈ ജംഗ്ഷൻ എയിലെത്തുമ്പോൾ ആ കറണ്ട് റെഡ് റെസിസ്റ്ററിലേക്കും ഗ്രീൻ റെസിസ്റ്ററിലേക്കും സ്പ്ലിറ്റ് ആവും. എന്താണ് ഈ റെഡ് റെസിസ്റ്ററിൻ്റെയും ഗ്രീൻ റെസിസ്റ്ററിൻ്റെയും പ്രത്യേകത? അതിൻ്റെ രണ്ടിൻ്റെയും രണ്ട് എൻഡ്, AB എന്ന് പറഞ്ഞ എൻഡും CD എന്ന് പറഞ്ഞ എൻഡും
ശരിക്കും പറഞ്ഞാൽ ഷെയറിംഗ് ആണ്. എയും സിയും ഒരു ഒറ്റ പോയിന്റ് തന്നെയാണ്, ഷോർട്ടാണ് ശരിക്കും, അതിൻ്റെ ഇടയിൽ വേറെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. ബിയും ഡിയും സെയിം പോയിന്റാണ്. സോ ആ രണ്ടും ഒരു പാരലൽ ബ്രാഞ്ചസ് ആണെന്ന് നമുക്ക് പറയാം. എ ബിയും സി ഡിയും പാരലൽ ബ്രാഞ്ചസ് ആണെന്ന് പറയാം. ശരിയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് പാരലൽ ബ്രാഞ്ചസിലെ വോൾട്ടേജ് ഈസ് ഓൾവേസ് സെയിം, ബട്ട് കറണ്ട് ഈസ് സ്പ്ലിറ്റിംഗ്. ശരിയല്ലേ? ഈ വന്ന് നിൽക്കുന്ന ഏരോ മാർക്ക് കാണുന്ന ഈ കറണ്ട് ഈ ജംഗ്ഷനിൽ വെച്ച് രണ്ട് കറണ്ടായി സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. സോ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സർക്യൂട്ടാണ് പാരലൽ സർക്യൂട്ട്, വേർ വോൾട്ടേജ് റിമെയിൻസ് സെയിം. നേരെ റിവേഴ്സ് സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ, ഇൻ എ സീരീസ് സർക്യൂട്ട് കറണ്ട് ഈസ് ഓൾവേസ് സെയിം ആൻഡ് വോൾട്ടേജ് ഈസ് ഡിഫറെൻറ്റ് അക്രോസ് ഈച്ച് കമ്പണൻസ്. ഓക്കെ, നമുക്കത് കൂടുതൽ നോക്കാം. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ക്ലിയർ ചെയ്യേണ്ട ഒരു കൺസെപ്റ്റ് കൂടെയാണത്, കറണ്ട് ഡിവിഷൻ റൂളൊക്കെ പറയുമ്പോൾ. സോ ഇപ്പോൾ അത് ജസ്റ്റ് ഒരു ബ്രഷപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ അതിൻ്റെ സെയിം അതേ രീതിയിലുള്ളൊരു മാഗ്നറ്റിക് സർക്യൂട്ടിനെ പറ്റി പറയാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യത്തെ ലെഫ്റ്റിലുള്ള സർക്യൂട്ടിൽ ബാറ്ററി വെച്ചു. എന്തിനാണ് ബാറ്ററി വെച്ചത്? EMF അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കാൻ. എന്താണ് ഈ വോൾട്ടേജ് ചെയ്യുക? ദാറ്റ് വോൾട്ടേജ് വിൽ ഡ്രൈവ് എ കറണ്ട് ത്രൂ ഔട്ട് ദ സർക്യൂട്ട്. അതിന് നേരെ മാഗ്നറ്റിക് ടേംസിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വോൾട്ടേജ് EMF കൊടുക്കുന്നതിന് പകരം മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്താ കൊടുക്കേണ്ടത്? MMF. എങ്ങനെ MMF കൊടുക്കുക? MMF കൊടുക്കാൻ we need an ampere turn. We need a coil that's supplied by a particular amount of current. So MMF will be produced. So നേരത്തെ EMFന് പകരം ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ MMF കൊടുക്കാൻ വേണ്ടി കോയിൽ വെച്ചു. EMF കൊടുക്കാൻ വേണ്ടി നമ്മൾ ബാറ്ററി വെച്ചു, MMF കൊടുക്കാൻ വേണ്ടി കോയിൽ വെച്ചു. അതേപോലെ തന്നെ എ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാ ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഫ്ലെക്സ് ലൈൻസ്, അതായത് ഫ്ലെക്സ് എവിടെ നിന്നാണ് ഉണ്ടായത്? നിങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലെക്സിൻ്റെ ഇത് പറയുക, തമ്പ് റൂൾ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഈ സ്പ്രിങ്ങിലൂടെ ഫ്ലെക്സ് കറണ്ട് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തമ്പിൻ്റെ ഡയറക്ഷനിൽ എന്തുണ്ടാവും? ഫ്ലെക്സ് പ്രൊഡ്യൂസ് ആവും. കറണ്ട് ഇങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ ഫ്ലെക്സ് ഉണ്ടാവും. അതാണ് ഞാൻ മുകളിലേക്ക് ആരോ മാർക്ക് ചെയ്ത് ഫ്ലെക്സ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇതാണ് ഫ്ലെക്സിൻ്റെ ലൈൻ. ഫ്ലെക്സ് അങ്ങനെ പോയി എ എന്ന് പറഞ്ഞ പോയിന്റിൽ ജംഗ്ഷനിൽ എത്തുമ്പോൾ ഫ്ലെക്സ് റെഡ് ലൈനിലേക്കും ഗ്രീൻ ലൈനിലേക്കും ഡിവൈഡ് ചെയ്തു. അഗെയിൻ ബി എന്ന പോയിന്റിൽ ആ രണ്ട് ഫ്ലെക്സ് ലൈൻസും മീറ്റ് ചെയ്യാണ്. സോ എ ബി എന്ന് പറഞ്ഞത് ഒരു പാത്താണ്, ACDB എന്ന് പറഞ്ഞത് മറ്റൊരു പാത്താണ്. ഈ രണ്ടിനെയും നമുക്ക് എന്ത് പറയാം? പാരലൽ ആയിട്ടുള്ള പാത്സ് എന്ന് പറയാം. സോ AB സിംപ്ലി പറയുകയാണെങ്കിൽ AB ഒരു പാത്താണ്, CD എന്ന് പറയാം. ശരിക്കും CD എന്ന് പറയുന്നത് ACDBയെ തന്നെയാണ് ഞാൻ CD എന്ന് മാത്രം പറഞ്ഞത്. അത് രണ്ടും പാരലാണ്. അപ്പോൾ ഇലക്ട്രിക്കിനെ പറ്റി പറഞ്ഞതിന് ശേഷം നമ്മളൊരു പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ടിനെ പറ്റിയും പറഞ്ഞു. ഇലക്ട്രിക്കലിൽ ഞാൻ പറഞ്ഞു പാരലൽ EMF അല്ലെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. അതുപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ രണ്ട് പാരലൽ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആ രണ്ട് പാരലൽ സർക്യൂട്ടിൻ്റെയും MMF സെയിം ആയിരിക്കും. പക്ഷേ ഫ്ലക്സ് എന്തായിരിക്കും? നോക്കി, രണ്ടും ഒരു റെഡിൽ വരുന്ന ഫ്ലക്സും ഗ്രീനിൽ വരുന്ന ഫ്ലക്സും ഡിഫറെൻ്റ് ആണ്. ഫ്ലക്സ് സ്പ്ലിറ്റ് ചെയ്ത് പോയി. ഒരൊറ്റ ഫ്ലക്സായി വന്ന ഫ്ലക്സ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്പ്ലിറ്റായി ഗ്രീൻ ലൈനും റെഡ് ലൈനും ആയിട്ട് പോയി. അഗെയിൻ അവ താഴെയുള്ള ബി എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ച് മീറ്റപ്പ് ചെയ്ത് തിരിച്ചൊരു സിംഗിൾ ഫ്ലക്സ് ആയിട്ട് തന്നെ കോയിലിലേക്ക് റിട്ടേൺ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ്. നേരത്തെ വരച്ചതിനേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ട് നോക്കുക, മാഗ്നറ്റിക് സർക്യൂട്ട് നോക്കുക. എന്താ ഡിഫറൻസ്? നേരത്തെ ലെഫ്റ്റ് ലിംബിലായിരുന്നു, നമ്മൾ ലെഫ്റ്റ് ബ്രാഞ്ചിലായിരുന്നു സോഴ്സ് ഉള്ളത്. ഇപ്പോൾ സോഴ്സ് മിഡ് ബ്രാഞ്ചിലേക്ക് വന്നു. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ മിഡ് ബ്രാഞ്ചിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ആ കറണ്ട് അങ്ങോട്ട് പോയി എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്പ്ലിറ്റായി രണ്ട് ഭാഗത്തേക്കും പോയി. ശരിയാണല്ലോ, കാണുന്നില്ലേ? എ ഇയിലേക്കും പോയി, എ സിയിലേക്കും സ്പ്ലിറ്റ് ആയിട്ട് പോയി. സോ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ആയിരിക്കും പാരലൽ. നേരത്തെ പോലെ വളരെ സിമ്പിളായിട്ട് തന്നെ പറയാം. നിങ്ങൾ കറണ്ട് പോകുന്ന വഴി നോക്കിയാൽ സിമ്പിളായിട്ട് പറയാം. എ എന്ന പോയിന്റ് വരെ കറണ്ട് സെയിം കറണ്ട് പോകുന്നു. എന്ന് സ്പ്ലിറ്റായി R3യിലേക്ക് ഒരു കറണ്ട് പോകുന്നു, R1ലേക്ക് ഒരു കറണ്ട് പോകുന്നു. ആൻഡ് R3യിലേക്ക് പോയ കറണ്ടും R1ലേക്ക് പോയ കറണ്ടും ബി എന്ന് പറഞ്ഞ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. സോ എന്ത് പറയാൻ പറ്റും? R1ഉം R3യും എന്താണ്? പാരലൽ ബ്രാഞ്ചസ് ആണ്. ബിക്കോസ് കറണ്ട് സ്പ്ലിറ്റ് ആയി പോയി. കറണ്ട് സ്പ്ലിറ്റ് ആയി പോകുന്ന ബ്രാഞ്ചസിന് എപ്പോഴും നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാൻ പറ്റും? പാരലൽ ബ്രാഞ്ചസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ,
അതേ സെയിം സാധനം നമ്മളൊരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ആലോചിച്ച് നോക്കുക. റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കുക. സെൻട്രൽ ലിംബ്, ലെഫ്റ്റ് ലിംബ്, ലൈറ്റ് ലിംബ്, 3 ലിംബുള്ള സർക്യൂട്ടാണ്. സെയിം ആസ് ദ പ്രീവിയസ് കേസ്, ബട്ട് ദ എക്സൈറ്റേഷൻ ഈസ് ഗിവൺ ഇൻ ദ സെൻട്രൽ ലിംബ്. സോ ഇവിടെ ഒരു ഫ്ലക്സ്, ഈ ഭാഗത്താണ് നമ്മൾ എക്സൈറ്റേഷൻ കൊടുത്തത്. അവിടെ കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടായി, റെഡ് ആരോ മാർക്ക് മുകളിലേക്ക് പോകുന്നുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു പോർഷൻ ഈ റൈറ്റ് സൈഡിലേക്കും ഒരു പോർഷൻ ലെഫ്റ്റ് സൈഡിലേക്കും വന്നു. സോ സെയിം ഫ്ലക്സിന് തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള 2 പാത്ത് അവിടെ കിട്ടി. പാരലൽ സർക്യൂട്ടാണ്. അപ്പം നോക്കിക്കേ, എ ഇ എഫ് ബി ഒരു പാരലൽ സർക്യൂട്ടാണ്. ACDB മറ്റൊരു പാരലൽ സർക്യൂട്ടാണ്. ഈ 2 പാരലൽ സർക്യൂട്ടിലും കറണ്ട് അല്ല ഫ്ലക്സ് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് പാരലൽ സർക്യൂട്ടിൻ്റെ കോമണി നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസുള്ള 2 ടൈപ്പിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഞാനൊരു കറണ്ട് കൊടുത്തിട്ടുണ്ട്. I എന്ന് പറഞ്ഞ ഒരു കറണ്ട് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ കറണ്ട് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ തമ്പ് റൂൾ പറഞ്ഞു I ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്ലക്സ് ഉണ്ടാവും ഫിംഗറിൻ്റെ ഡയറക്ഷനിൽ മുകളിലേക്ക്. അതാണ് ഗ്രീൻ ലൈനിൽ കാണിച്ച ഫൈ. ഈ ഫൈ എന്ന് പറഞ്ഞ ഫ്ലക്സ് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്താവുകയാണ്, 2 പാത്ത് കിട്ടി. അതുവരെ ഒരു പാത്തേ ഉള്ളൂ. ഇവിടെ എത്തി ഇങ്ങനെ 2 പാത്ത് കിട്ടി. ഒരു പാത്തിൽ ഇങ്ങോട്ടും പോകാൻ പറ്റുന്നുണ്ട്, വേറൊരു പാത്ത് ഇങ്ങോട്ടും പോകാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? ഇനി രണ്ടും എന്താ ചെയ്യാം, ഇവിടെ നിൽക്കുമോ? സ്റ്റാർട്ട് ചെയ്ത് എവിടെയെങ്കിലും എയറിൽ നിൽക്കാൻ പറ്റില്ല ഫ്ലക്സിന്. ഫ്ലക്സ് ഒരു ലൂപ്പാക്കി കംപ്ലീറ്റ് ചെയ്യും. സോ ഇവിടെ വന്ന് നിൽക്കുന്ന ഫ്ലക്സ് ഇങ്ങനെ വന്ന് താഴെ ഇവിടെ വരെ വരും. ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. അതുപോലെ ലെഫ്റ്റ് ലിംബിലേക്ക് വന്ന ഫ്ലക്സും ഈ ലിംബിലൂടെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ വരും. കണ്ടോ, 2 പാരലൽ പാത്തിലൂടെയാണ് അത് അതിൻ്റെ ആ സെയിം സിംഗിൾ ഫ്ലക്സ് 2 പാരലൽ പാത്തിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്യൂട്ടാണ് നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യുന്നത്. ആൻഡ് വി വിൽ ഗിവ് സം പ്രോബ്ലംസ് ഓൺ ദ അതർ ഓപ്ഷൻ ഓൾസോ വേർ എക്സൈറ്റേഷൻ സർക്യൂട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ലെഫ്റ്റ് ലിംബ്. നമ്മൾ പ്രോബ്ലം അതിൽ ചെയ്യും. അനലൈസ് ഞാൻ സെൻട്രൽ ലിംബിൽ പ്ലേസ് ചെയ്തിട്ടുള്ളതാണ് അനലൈസിന് വേണ്ടിയിട്ട് പറയുന്നത്. എങ്ങനെ വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം കേട്ടോ. ചിലപ്പം എക്സൈറ്റേഷൻ ലെഫ്റ്റ് ലിംബിലായിരിക്കും, ചിലപ്പോൾ റൈറ്റ് ലിംബിലായിരിക്കും, ചിലപ്പോൾ സെൻട്രൽ ലിംബിലായിരിക്കും. അതിനനുസരിച്ച് പാരലൽ സർക്യൂട്ട് മാറും. ഏതൊക്കെയാണ് പാരലലായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതിനുള്ള പോർഷൻസ് മാറും. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സോ നമ്മൾ അതിൻ്റെ ഈ ഫുള്ളായിട്ടുള്ളൊരു ഫിഗർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് ഫിഗർ. ഫൈ എന്ന് പറയുന്ന ഫ്ലക്സ് കണ്ടോ, ഫൈ എന്ന് പറയുന്ന ഫ്ലക്സ് ഫൈ 1 ആയിട്ടും ഫൈ 2 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തു. എൻ്റെ അഗെയിൻ അത് മീറ്റപ്പ് ചെയ്യുന്നു. ഈ സർക്യൂട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റും ഫൈ 1ഉം ഫൈ 2ഉം പാരലൽ ഫ്ലക്സസ് ആണ്. അതിൻ്റെ മെയിൻ ഫ്ലക്സ് ഏതാണ്, ഫൈ ആണ്. ഓക്കെ, ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. എ മാഗ്നറ്റിക് സർക്യൂട്ട് വിച്ച് ഹാസ് 2 or more than 2 paths for magnetic flux is called a parallel magnetic circuit. So നമ്മൾ കണ്ടു ആ സെൻട്രൽ കോയിൽ I is applied to a coil with n turns. ആ ടേൺസിൻ്റെ നമ്പർ n ആണെന്ന് വിചാരിക്കാം. ദെൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന MMF എന്തായിരിക്കും, MMF is ആംബിയർ ടേൺസ്, നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട്. NI എന്ന് പറയുന്ന വാല്യൂ ഉള്ള ഒരു MMF അവിടെ ഉണ്ടാവും. MMF ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അവിടെ പാത്ത് ഉണ്ടെങ്കിൽ അവിടെ എന്ത് പാസ് ചെയ്യും, ആലോചിക്കും. EMF ഉണ്ടെങ്കിൽ കറണ്ട് പാസ് ചെയ്യും. വോൾട്ടേജ് ഉണ്ടെങ്കിൽ, ഒരു വരി ഉണ്ടെങ്കിൽ കറണ്ട് പാസ് ചെയ്യും. അതേപോലെ തന്നെ MMF ഉണ്ടെങ്കിൽ അവിടെ ഒരു പാത്ത് ഉണ്ടെങ്കിൽ അതിൽ എന്ത് പാസ് ചെയ്യും, ഫ്ലക്സ് പാസ് ചെയ്യും. ഫ്ലക്സ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ സെൻട്രൽ ലിംബ്. ആൻഡ് അല്ലേ, ലാസ്റ്റ് ഫിഗർ ആണ് പറയുന്നത്. സെൻട്രൽ ലിംബ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു പോയിന്റ് എ എന്ന് മാർക്ക് ചെയ്ത്, എ എന്ന് നമ്മൾ പ്രീവിയസ് കേസിൽ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഫ്ലക്സ് എന്തായി, 2 സൈഡിലേക്കും ഫൈ 1 ആൻഡ് ഫൈ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. At point A, this flux is divided into phi 1 and phi 2. Phi 1 passes length ABCD and phi 2 passes length AFED. നമുക്ക് അടുത്ത ഫിഗർ നോക്കാം. ഓക്കെ, അപ്പോൾ ABCD എന്ന് പറയുന്ന ലെങ്ത്തിൽ phi 1 എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഞാൻ ഈ ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്യാം. ഈ ഫിഗറിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ A B C D
ഇതിൽ നമുക്ക് ഏത് പാസ് ചെയ്യുന്നു? ഫൈ 1 എന്ന് പറയുന്ന ഫ്ലക്സ് പാസ് ചെയ്യുന്നു. AEFD എന്ന് പറയുന്ന സ്ഥലത്തൂടെ നമുക്ക് ഫൈ 2 എന്ന് പറയുന്ന ഫ്ലക്സ് പാസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഒരു പാത്താണ്, ഇത് വേറെ പാത്താണ്. രണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്ത് ഇങ്ങനെ മിക്സായി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ABCD ആൻഡ് AEFD ഇങ്ങനെ രണ്ട് പാത്തിലായിട്ട് നമ്മുടെ ഫ്ലക്സ് സ്പ്ലിറ്റ് ആവുകയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിന് നമ്മൾ ലെങ്ത് L1 L2 എന്ന് കൊടുത്തു. ഈ ഫിഗറിൽ രണ്ടും സെയിം ആണ്. രണ്ട് പാത്തിൻ്റെയും ലെങ്ത് നമുക്ക് നോക്കിയാൽ ഫിഗർ നോക്കിയാൽ കാണാം സെയിം ആണ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഫൈ 1നും ഫൈ 2നും ഉണ്ടാക്കിയത് ആരാണ്? ഫൈ 1നും ഫൈ 2നും ക്രിയേറ്റ് ചെയ്തത് ഫൈ എന്ന് പറഞ്ഞ സിംഗിൾ ഫ്ലക്സ് ആയിരുന്നു. ആദ്യം ഇത് ഫൈ ആയിരുന്നു. സോ വി ക്യാൻ റൈറ്റ് ഇക്വേഷൻ ഫൈ ഈസ് ഈക്വൽ ടു ഫൈ 1 ആൻഡ് ഫൈ 2. ABCD ആൻഡ് AFED ആർ പാരലൽ. ഈ രണ്ട് പാത്തിലും വരുന്ന പാത്ത് പാരലാണ്. സോ ആ ഫ്ലക്സ് സമ്മിങ് ആയിരിക്കും. ശരിയാണല്ലോ? ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു പാരലൽ സർക്യൂട്ട് ഇലക്ട്രിക് ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് സ്പ്ലിറ്റ് ആയി പോകുന്ന കറണ്ട് ഇങ്ങനെ വന്ന് രണ്ട് ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ആക്കി രണ്ടും കൂടെ സം ചെയ്താൽ പഴയ ഒറിജിനൽ കറണ്ട് കിട്ടും. ഓക്കെ, വായിച്ചു നോക്കൂ ബാക്കി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പാരലൽ സർക്യൂട്ടിന്റെ വോൾട്ടേജ് സെയിം ആണ് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ പോലെ തന്നെ പാരലൽ സർക്യൂട്ട് മാഗ്നറ്റിക് സർക്യൂട്ട് ആണെങ്കിൽ അതിന്റെ MMF അല്ലെങ്കിൽ ആംബിയർ ടേൺ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഫിഗറിൽ രണ്ട് പാരലൽ പാത്ത് ഉണ്ട്. ആ രണ്ടിനും കൊടുക്കുന്ന MMF സെയിം ആണ് എന്ന് പറയുന്നതിന് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാത്തിന്റെ MMF കണ്ടാൽ മതി എന്നാണ് ഇതിന്റെ മീനിങ്. MMF required for any one of them എന്ന് പറയുന്നത് that is equal to MMF required for the two parallel path ആണ്. നിങ്ങൾക്ക് 10 പാരലൽ പാത്ത് ഉണ്ടെങ്കിലും ഒരു പാരലൽ പാത്ത് ഉണ്ടെങ്കിലും സെയിം MMF കൊടുത്താൽ മതി. അതായത് നിങ്ങളൊരു മെറ്റീരിയൽ എടുത്ത് വൈൻഡ് ചെയ്ത് 5 ടേൺസ് വെച്ച് വൈൻഡ് ചെയ്ത് ഒരു 1 ആംപിയർ കറണ്ട് കൊടുത്തു എന്ന് വിചാരിച്ചു. അതിന് പാരലായിട്ട് നിങ്ങൾക്ക് എത്ര പാത്ത് ഉണ്ടാക്കാൻ പറ്റിയാലും അതേ ആംപിയർ ടേൺ മതി. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. എല്ലാ പാരലൽ പാത്തിനും വോൾട്ടേജ് ഇലക്ട്രിക് സർക്യൂട്ട് ആണെങ്കിൽ സെയിം വോൾട്ടേജ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മാഗ്നറ്റിക് ആണ് പറയുന്നതെങ്കിൽ സെയിം MMF കൊടുത്താൽ മതി. സെയിം നമ്പർ ഓഫ് കോയിലും സെയിം കറണ്ടും കൊടുത്താൽ മതി. എത്ര പാരലൽ പാത്ത് ഉണ്ടെങ്കിലും അതിനനുസരിച്ച് MMF കൂട്ടേണ്ട ആവശ്യമില്ല. ആ ബ്ലൂ ലൈൻ ഒന്ന് വായിച്ചു നോക്കൂ. MMF required for these two parallel path is equal to MMF required for any one of them. ഒരു പാരലൽ പാത്ത് MMF ആണ്. n നമ്പർ ഓഫ് പാരലൽ പാത്ത് ഉണ്ടെങ്കിലും കൊടുക്കുന്ന MMF സെയിം ആയിരിക്കും. അത് മനസ്സിലുറപ്പിക്കുക, എപ്പോഴും മനസ്സിലുറപ്പിക്കുക. പാരലൽ പാത്ത് എന്ന് പറഞ്ഞാൽ MMF സെയിം ആയിരിക്കും, ഫ്ലക്സ് എന്താവും? ഡിവൈഡ് ചെയ്യും. ഈ ഇലക്ട്രിക് ആണെങ്കിൽ EMF സെയിം ആയിരിക്കും, കറണ്ട് എന്താവും? ഡിവൈഡ് ആവും. അത് മാത്രം ഓർത്താൽ മതി. നമ്മുടെ സെയിം ഫിഗർ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിൽ എന്ത് ചെയ്തു? ടോട്ടൽ MMF റിക്വയർഡ് ഈസ് ഈക്വൽ ടു MMF റിക്വയർഡ് ഫോർ പാത്ത് AD പ്ലസ് MMF റിക്വയർഡ് ഫോർ പാത്ത് ABCD ഓർ പാത്ത് AFED. ശരിക്കും വായിച്ചു നോക്ക്. ഇപ്പം ചോദിക്കുന്നത് ഈ നിങ്ങൾക്ക് തന്ന ഫുൾ സെറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ 3 ലിമ്പുള്ള ഫുൾ സെറ്റിന് വേണ്ട ടോട്ടൽ MMF എത്രയാണ് ചോദിക്കുന്നത്. ആദ്യം മനസ്സിലാലോചിക്കുക. അതിൻ്റെ അകത്ത് രണ്ട് ആൾക്കാർ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. പാരലൽ പാത്താണെന്ന് മനസ്സിലാക്കി. പാരലൽ പാത്തിന് രണ്ടാൾക്കും കൂടെ ഒരൊറ്റ MMF മതി എന്ന് ഞാൻ പറഞ്ഞു. സെപ്പറേറ്റ് MMF വേണ്ട. പിന്നെ പാരലൽ പാത്ത് അല്ലാത്ത ഒരാളായിലുള്ള ആരാ? ആ നടുവിലുള്ള സെൻട്രൽ ലിംബ്. അവിടെയാണ് നിങ്ങൾ MMF ഉണ്ടാക്കിയത്, ഫൈ എന്നുള്ള പാത്ത്. അപ്പം അതവിടെ കോമൺ ആയിട്ട് ഉള്ളൊരു സിംഗിൾ പാത്താണ്. അതിനുശേഷമാണ് ഇത് രണ്ട് പാരലൽ പാത്തായിട്ട് ഒരു പാരലൽ പാത്ത് ഇവിടെയും വന്നു, ഒരു പാരലൽ പാത്ത് ഈ സൈഡിലും വന്നു. അപ്പോൾ സെൻട്രൽ ലിംബിൽ ഉള്ള ഫ്ലക്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. അതിനുശേഷം നിങ്ങൾ ടോട്ടൽ MF കാണാൻ പറഞ്ഞാൽ ഈ സെൻട്രൽ ലിമിറ്റ് ഫ്ലക്സ് ആദ്യം എടുക്കുക. പിന്നെ ഒന്നെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്, ഏതെങ്കിലും ഒരു പാരലൽ പാത്ത് എടുത്താൽ മതി. രണ്ടും കൂടെ സം ചെയ്താൽ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്ര പാരലൽ പാത്ത് ഉണ്ടെങ്കിലും MF എത്ര മതി? സെയിം മതി. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. പാത്ത് AD എന്ന് പറഞ്ഞാൽ സെൻട്രൽ പാത്തിൻ്റെ MF കാണുക. പിന്നെ ഒന്നെങ്കിൽ ലെഫ്റ്റ് പാത്തിൻ്റെ കാണുക, അല്ലെങ്കിൽ റൈറ്റ് പാത്തിൻ്റെ കാണുക. രണ്ടും കൂടെ കാണണ്ട, ബിക്കോസ് അത് രണ്ടും എന്താണ്? പാരലലാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പഴയ ഫിഗറിലേക്ക് വരാം. കണ്ടോ,
ഇത് നെയിം എങ്ങനെയാണ് ചെയ്തത് നമ്മൾ? ഓക്കെ, നമ്മൾ നെയിം ചെയ്തത് എ ബി സി ഡി ആൻഡ് ഇ എഫ് അല്ലേ? ഇ എഫ്. ഈ സർക്യൂട്ടിൽ ടോട്ടൽ എം എഫ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ്, നമ്മൾ ആദ്യം ഇത് ഡി ആണ്. ഓക്കെ, എ ഡി എന്ന് പറയുന്ന പോർഷൻ അത് നമുക്കൊന്നും കൂടെ നെയിം ചെയ്യാം, ഇതിൽ കൺഫ്യൂഷൻ വരും. എ ബി സി ഡി ഇ ആൻഡ് എഫ്. ഓക്കെ, ഈ സെൻട്രൽ ലിംബിലെ എ ഡി എന്ന് പറയുന്നത് ഒരു മെയിൻ പാത്ത്, ഇവിടെയാണ് ഫ്ലക്സ് ഉണ്ടാവുന്നത്. അതിനുശേഷം 2 പാരലൽ പാത്തിലേക്ക് പോയി. നിങ്ങൾ ചോദിച്ചത് ഈ ടോട്ടൽ സിസ്റ്റത്തിന് വേണ്ട ടോട്ടൽ എം എഫ് എങ്ങനെ കാണാൻ പറ്റുന്ന. അപ്പോൾ നിങ്ങൾ സെൻട്രൽ ലിംബിൻ്റെ എം എഫ് ആദ്യം കാണുക, വേറെ എക്സൈറ്റേഷൻ ഈസ് ഗിവൺ, പ്ലസ് പിന്നെ എക്സൈറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എ എന്ന് പറഞ്ഞ പോയിന്റ് സ്പ്ലിറ്റ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ ഒന്നെങ്കിൽ എ ബി സി ഡി എടുക്കുക, അല്ലെങ്കിൽ എ ഇ എഫ് ഡി എടുക്കുക. അതല്ലാതെ എ ബി സി ഡിയുടെ ഫ്ലക്സും എ ഇ എഫ് ഡിയുടെ ഫ്ലക്സും കൂടെ സം ചെയ്യണ്ട. അതാണ് ലാസ്റ്റ് ഇക്വേഷൻ്റെ മീനിങ്. അതായത് ടോട്ടൽ എം എം എഫ് റിക്വയർഡ് ഫോർ ദ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ സപ്ലൈ കൊടുത്തിട്ടുള്ള മെയിൻ ബ്രാഞ്ചിലെ എം എം എഫ് പ്ലസ് 2 പാരലൽ പാത്തിൽ ഏതെങ്കിലും ഒന്നിൻ്റെ എം എം എഫ്, അതായത് എം എം എഫ് ഓഫ് പാത്ത് എ ഡി പ്ലസ് എം എം എഫ് ഓഫ് പാത്ത് എ ബി സി ഡി ഓർ എം എം എഫ് ഓഫ് പാത്ത് എ ഇ എഫ് ഡി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ടോട്ടൽ എം എം എഫ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു എം എം എഫ് റിക്വയർഡ് ഫോർ പാത്ത് എ ഡി പ്ലസ് എം എം എഫ് റിക്വയർഡ് ഫോർ പാത്ത് എ ബി സി ഡി ഓർ എ എഫ് ഇ ഡി. താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എഴുതാൻ പോവാണ്. എം എം എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ബേസിക് ഇക്വേഷൻ എന്താണ്? ഏറ്റവും ബേസിക് ഇ എം എഫ് വി ഈസ് ഈക്വൽ ടു ഐ ആർ. അതിന് പകരം നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്താ എഴുതിയത്? എം എം എഫ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് 5 ഇൻറ്റു എസ്. നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. എം എം എഫ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എസ്. 5 ഈസ് ഈക്വൽ ടു എം എം എഫ് ബൈ എസ്. അതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലക്റ്റൻസ് ഓഫ് പാത്ത് എ ഡി. ആ 5 ഉണ്ടായ സെൻട്രൽ ലിംബിൻ്റെ റിലക്റ്റൻസിന് എസ് എന്ന് പേര് കൊടുത്തു. എ എഫ് ഇ ഡി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിംബിന് ഞാൻ റിലക്റ്റൻസ് എന്തായിരുന്നു? ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ മെറ്റീരിയൽ അഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് ഫ്ലക്സ് ആണല്ലോ. ഫ്ലക്സിന് പോകാൻ ശ്രമിക്കുമ്പോൾ മെറ്റീരിയൽ കൊടുക്കുന്ന ഒപ്പോസിഷൻ ആണ് എന്ത് പറയുന്നത്? റിലക്റ്റൻസ് എന്ന് പറയുന്നത്. സോ S1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിംബിൻ്റെ റിലക്റ്റൻസ് ആണെന്നും പറഞ്ഞു. S2 എന്ന് പറഞ്ഞാൽ റൈറ്റിലൂടെയുള്ള പാത്തിൻ്റെ റിലക്റ്റൻസ് ആണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എം എഫ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എം എം എഫ് ഓഫ് സെൻട്രൽ ലിംബ് പ്ലസ് എം എം എഫ് ഓഫ് ലെഫ്റ്റ് ലിംബ് ഓർ റൈറ്റ് ലിംബ്. അതാണ് ഞാൻ അവിടെ എഴുതി. ടോട്ടൽ എം എഫ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സെൻട്രൽ ലിംബിൻ്റെ ആദ്യം കൺസിഡർ ചെയ്യുക. സെൻട്രൽ ലിംബിൻ്റെ ഫ്ലക്സ് എത്രയാണ്? 5. അതിൻ്റെ റിലക്റ്റൻസ് എസ്. സോ 5S പ്ലസ് 5-1 S1. 5-1 എന്താ? ലെഫ്റ്റിലൂടെയുള്ള പാസ് ചെയ്യുന്ന ഫ്ലക്സ് 5-1. ആ പാത്തിൻ്റെ റിലക്റ്റൻസ് S1 ഓർ സെൻട്രൽ ലിംബ് പ്ലസ് റൈറ്റ് കൺസിഡർ ചെയ്യുക. 5S പ്ലസ് 5-2 S2. എന്താ 5-2 S2? റൈറ്റ് ലിംബിൻ്റെ ഫ്ലക്സ് ആണ് 5-2, റൈറ്റ് ലിംബിൻ്റെ റിലക്റ്റൻസ് ആണ് S2. ഇനി S2 എന്ന് അല്ലെങ്കിൽ S1 S എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? റിലക്റ്റൻസിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ ആദ്യം പഠിച്ചാണ്. L/μA അല്ലേ? റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? R ഈസ് ഈക്വൽ ടു റോ L/A. അതേ അനലോഗസ് ഇക്വേഷൻ ആണ് റിലക്റ്റൻസ് S ഈസ് ഈക്വൽ ടു 1/μ ഇൻറ്റു L/A. ആ ഇക്വേഷൻ തന്നെയാണിത്. അതിൽ നമ്മൾ S1 എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് പാത്തിലൂടെയുള്ള റിലക്റ്റൻസ് ആണ്. അതിന് ഞാൻ L1/μ0 μr A1 കൊടുത്തു. എന്താ L1? ആ റൈറ്റിലൂടെയുള്ള ABCD എന്ന് പറഞ്ഞ പാത്തിൻ്റെ ലെങ്ത് ആണ് L1. A1 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസ് സെക്ഷൻ ഏരിയ. ആ പാത്തിൻ്റെ ഇവിടെ ചിലപ്പോൾ എല്ലാം സെയിം ആയിരിക്കും. ലെഫ്റ്റ് ലിംബിൻ്റെയും റൈറ്റ് ലിംബിൻ്റെയും സെൻട്രലിൻ്റെ ഒക്കെ ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ആയിരിക്കും. പക്ഷെ നമുക്കത് അറിയാത്തത് കൊണ്ട് നമ്മൾ A1 A2 AC എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എസിൻ്റെ ഇക്വേഷൻ നോക്കുക. എന്താ LC? സെൻട്രൽ ലിംബിൻ്റെ ലെങ്ത്. ശരിയല്ലേ? അവിടെ മാത്രമാണല്ലോ 5 പാസ് ചെയ്യുന്നത്. പക്ഷെ S1 എടുത്താൽ ഏതൊക്കെ വേണം? S1 എടുത്താൽ ഏതൊക്കെ വേണം? ആലോചിച്ച് നോക്കൂ. ലെങ്ത് ഏതൊക്കെയാ? S1 ലെങ്ത് ഇതാ നോക്കിക്കോ. ഈ കംപ്ലീറ്റ് പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ,
ഇപ്പം S1 നമ്മൾ 1 എന്ന് കൊടുത്തത് ഈ ഫിഗറിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. 5 ശരിക്കും ലെഫ്റ്റിലേക്കും 5 റൈറ്റിലേക്കും വരച്ചാൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ 1 എന്ന് പറയുന്ന ലെങ്ത് ഇത്രയും ലെങ്ത് ഉണ്ട്, ഇതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട L1. ഇനി L2ൻ്റെ S2ൻ്റെ ഇക്വേഷനിൽ നമ്മൾ L2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ L2 ഏതാണ്? ഇത്രയും ലെങ്ത് വരും L2. 5 ആ ഫ്ലക്സ് പാസിൻ്റെ ഫുൾ ലെങ്ത് വേണം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ ഇതൊരു ഇക്വലൻ്റ് ഡയറക്ട്രിക്കിലേക്ക് മാറ്റി വരച്ചു. വളരെ സിമ്പിളാണ്. ഞാൻ ഫസ്റ്റ് വരച്ച ഫിഗർ തന്നെയാണിത്. നടുവിൽ എക്സൈറ്റേഷന് MMFന് പകരം ഒരു സോഴ്സ് കാണിച്ചു. റിലക്റ്റൻസ് എസിന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണിച്ചു. അവിടെ 5 എന്ന ഫ്ലക്സ് സെൻട്രലിലൂടെ പാസ് ചെയ്യുന്നു. ആ 5 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് S1 കാണിച്ചു, ഒരു സ്ഥലത്ത് S2 കാണിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. നമ്മൾ ഇക്വേഷൻ എഴുതിയ പ്രകാരമാണെങ്കിൽ ഈ സൈഡിലേക്ക് വരുന്നത് 5 ആക്കി എടുക്കണം, ഈ സൈഡിലേക്ക് വരുന്നത് 5 ആക്കി എടുക്കണം. എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? S2 5 അതുപോലെ S1 5 എന്ന് പറയാൻ പറ്റുള്ളൂ. അതൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി. നമ്മൾ 2 റെസിസ്റ്റൻസ് ആക്കി വരച്ചു. ഞാൻ പറഞ്ഞു ഇതിൽ S1ഉം S2 എന്താണ്? പാരലൽ ആയിട്ടുള്ള ആൾക്കാരാണ്. പാരലൽ ആകുമ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ കാണുക? ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ആദ്യം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും ഭാഗത്ത് ഒരൊറ്റ റെസിസ്റ്റൻസേ ഉള്ളൂ, S മാത്രം. ആ എസ്സിനെ ഇവിടെ S കഴിഞ്ഞാൽ ഇങ്ങോട്ട് 2 പാരലൽ പാത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ S1ഉം S2ഉം പാരലാണ്. അതാണ് ഇവിടെ ഞാൻ അങ്ങനെ എഴുതിയത്. S പ്ലസ് S1 S2 പാരലാണ്. അതിൻ്റെ കിട്ടുന്ന S1 S2 പാരൽ സോൾവ് ചെയ്ത് നമുക്ക് ഒരൊറ്റ ആളെ കിട്ടുള്ളൂ. ആ ഒരൊറ്റ റെസിസ്റ്റൻസ് S ആയിട്ട് എങ്ങനെയായിരിക്കും? സീരീസ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കാം. സോ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? S പ്ലസ് പാരലൽ കോമ്പിനേഷൻ S1 S2 ബൈ S1 പ്ലസ് S2. സോ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു MMF ബൈ ദാറ്റ് S ടോട്ടൽ. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? MMF ബൈ റിലക്റ്റൻസ്. റിലക്റ്റൻസിൻ്റെ ഇക്വേഷനാണ് മുകളിൽ എഴുതിയത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഈ പാരലൽ കോമ്പിനേഷൻ സോൾവ് ചെയ്യുന്നവർക്ക് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ വേറൊരു സിമ്പിളായിട്ട് വരച്ചതാണ്. ഇവിടെ നമ്മൾ സോഴ്സ് ഉണ്ട്, കറണ്ട് I വരുന്നു, R1 പാസ് ചെയ്യുന്നു. R1 പാസ് ചെയ്താൽ ഈ A എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് R2ഉം R3യിലേക്കും കറണ്ട് സ്പ്ലിറ്റ് ചെയ്തു. I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും ഇതിൽ ആരൊക്കെയാണ് പാരലൽ? R2ഉം R3യും പാരലാണ്. അപ്പോൾ അത് സോൾവ് ചെയ്ത് അങ്ങനെ കിട്ടും. R2 പ്ലസ് R3 അല്ലേ? R2 R3 പാരലൽ കോമ്പിനേഷൻ ആണ്. സോൾവ് ചെയ്താൽ R2 R3 ബൈ R2 പ്ലസ് R3 എന്ന് കിട്ടും. അപ്പോൾ ഞാൻ R2 R3ൻ്റെ പാരലൽ കോമ്പിനേഷൻ അവിടെ വെച്ചു. ഒരു സിംഗിൾ ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചു. R2 R3 എന്താണെന്ന് കണ്ടുപിടിച്ചു, ഒരു സിംഗിൾ വാല്യൂ ആക്കി. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുക? സോഴ്സ് ഉണ്ടാവും, R1 ഉണ്ടാവും, ഈ R2 R3ൻ്റെ കൂടെ പാരലലിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാവും. ഇപ്പം നോക്കിക്കേ, R1ഉം ആ കോമ്പിനേഷൻ തമ്മിലുള്ള ബന്ധം എന്താണ്? അത് സീരീസ് ആണ്. അതുകൊണ്ടാണ് R ഇക്വലൻ്റ് എന്ത് എഴുതുന്നത്? R1 പ്ലസ് R2 R3 പാരലൽ എന്ന് എഴുതുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എല്ലാവരും ഡൗട്ട്സ് ഇല്ലാതെ ക്ലിയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ റീസൺ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള സീരീസ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ക്ലിയർ ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ക്ലിയർ ആക്കുക. ബിഫോർ ഗോയിങ് ടു ഡു സം പ്രോബ്ലംസ് യു ഹാവ് ടു ക്ലിയർ ഓർ യു വിൽ ബി തറോ വിത്ത് ദ പാരലൽ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്. സോ നൗ we are going to solve a problem. ഈ പ്രോബ്ലത്തിൽ വേറെ ഒന്നും നിങ്ങൾ സിമ്പിളായിട്ട് ഞാൻ പറയാം. നേരത്തെ സെൻട്രൽ ലിംബിൽ വെച്ച വൈൻഡിങ് ഞാൻ ഇപ്പോൾ എടുത്ത് ലെഫ്റ്റ് ലിംബിലേക്ക് വെച്ചു. ഓക്കെ, ലിംബിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. സെൻട്രൽ ലിംബിൽ 15 സെൻറ്റിമീറ്റർ ആണ്, 15 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. റൈറ്റിലേക്ക് പോകുമ്പം ഇങ്ങനെയുള്ള ഈ ഒരു ലെങ്ത്ത് 25 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റിലാണെങ്കിൽ ഇവിടെയും 25 സെൻറ്റിമീറ്റർ ആണ് ഈ പാത്തിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ കോയിലിന് 500 ടേൺസ് ആണ്. N ഈസ് ഈക്വൽ ടു 500 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സാധനം 2 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ആണ് നമ്മളുടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു കോറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ. അതായത് ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ല, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിംബോ റൈറ്റ് ലിംബോ സെൻട്രൽ ലിംബോ ഏത് ക്രോസ് ചെയ്ത് നോക്കിയാലും കട്ട് ചെയ്ത് നോക്കിയാലും 2 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ആണ് ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതുപോലെ 5-2 ഇതാണ് 5-2.
φ2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 മില്ലി വെബർ, 2 × 10⁻³ വെബർ. ആ φ2 ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ N500 ടേൺസുള്ള വൈൻഡിങ്ങിൽ എത്ര കറണ്ട് കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? φ2 എന്ന് പറഞ്ഞ റൈറ്റ് ലിംബിലൂടെ പോകുന്ന ഫ്ലക്സ് 2 മില്ലി വെബർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ സിസ്റ്റത്തിൽ വൈൻഡിങ്ങിൽ എത്ര കറണ്ട് കൊടുക്കണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്നും കൂടെ വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് തന്നെയാണ് ക്വസ്റ്റ്യനിലുള്ളത്. ആ മെറ്റീരിയലിൻ്റെ μr തന്നിട്ടുണ്ട് 600 μr. ഈ കോർ ക്രിയേറ്റ് ചെയ്ത മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി μr തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫിഗറിൽ നമുക്കറിയാം ടോട്ടൽ AT എന്ന് പറഞ്ഞാൽ AT ഫോർ ഇതിൽ എവിടെയാണ്, ഏതാണ് മെയിൻ ബ്രാഞ്ച്? ഇതാണ് മെയിൻ ബ്രാഞ്ച് അല്ലേ? ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സ് എവിടെ വരെ പോകും? ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സ് ഈ ഒരു പോർഷൻ വരെ ആ ഫ്ലക്സ് പോകും. ഇങ്ങനെ പാസ് ചെയ്ത് ഈ ജംഗ്ഷൻ എത്തുമ്പോൾ ഫ്ലക്സിന് 2 വഴി വരും. 2 വഴി ഫ്ലക്സിൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. ഏതൊക്കെയാ? ഒരു പോർഷൻ ഫ്ലക്സ് ഇങ്ങനെ പോകും, അടുത്ത പോർഷൻ ഫ്ലക്സ് ഇങ്ങനെ പോകും. ശരിയാണല്ലോ? അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന മെയിൻ ഫ്ലക്സ് ഇങ്ങനെ 2 പോർഷനിലേക്ക് സ്പ്ലിറ്റ് ആവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എത്ര പാരലൽ പാത്ത് ഉണ്ട്? 2 പാരലൽ പാത്ത് ഉണ്ട്. സെൻട്രൽ ലിംബ് ഒരു പാത്താണ്, ബാക്കി ഈ 25 L2 എന്ന് മാർക്ക് ചെയ്ത 25 ഒരു പാരലൽ പാത്താണ്. സോ L1ഉം L2ഉം എന്താണ്? പാരലൽ പാത്ത്സ് ആണ്. L എന്ന് പറഞ്ഞ 25 ആണ് ഇതിൻ്റെ മെയിൻ പാത്ത്. സോ നിങ്ങളോട് ടോട്ടൽ MMF ചോദിച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റും ഇക്വേഷൻ? എങ്ങനെ എഴുതാൻ പറ്റും? L എന്ന് പറഞ്ഞ മെയിൻ പാത്ത് നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, മെയിൻ പാത്ത് സ്പ്ലിറ്റിങ് വരുന്ന വരെയുള്ള പാത്ത് ആദ്യം കൺസിഡർ ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്പ്ലിറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പോയിന്റിൽ എത്തിയ ഫ്ലക്സ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ശരിയാണല്ലോ? അപ്പം ഇത്രയും നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യണം. ഇത്രയും ഭാഗം ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. അത് മെയിൻ പാത്ത്, L എന്ന് പറഞ്ഞ ലെങ്ത്തിൽ മെയിൻ പാത്ത്. അതിനുശേഷം പ്ലസ് ഇതിൻ്റെ ഈ MMF കണ്ടതിന് ശേഷം ഒന്നെങ്കിൽ ഈ MMF സം ചെയ്യാം, അല്ലെങ്കിൽ ഈ MMF സം ചെയ്യാം. അത് രണ്ടും കൂടെ സം ചെയ്യണ്ട, ബിക്കോസ് ദേ ആർ പാരലൽ പാത്ത്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ AT എന്ന് പറയേണ്ട AT റിക്വയർഡ് ഫോർ ലെഫ്റ്റ് ലിംബ് പ്ലസ് AT റിക്വയർഡ് ഫോർ സെൻട്രൽ ലിംബ്. ഓർ സെൻട്രൽ ലിംബോ എടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് ലിംബോ എടുക്കാം. റൈറ്റ് ലിംബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ജസ്റ്റ് ആ ലിംബ് മാത്രമല്ല. ആ ലിംബ് എന്ന് പറയുമ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കണക്ഷൻ പോയി ഫ്ലക്സ് തിരിച്ചു വരുന്ന അത്രയും ഭാഗം, ആ 25ഉം റൈറ്റ് ലിംബ് എന്നാണ് നമ്മൾ പറയുക. സെൻട്രൽ ലിംബ് ഇത് മാത്രം, ഇത് ഫുള്ള് റൈറ്റ് ലിംബ്. ലെഫ്റ്റ് ലിംബ് അതേപോലെ ഒരു പോർഷൻ ഇപ്പുറത്തും വരും. ഇത് ലെഫ്റ്റ് ലിംബ്, ഇത് സെൻട്രൽ ലിംബ്, ഇത് റൈറ്റ് ലിംബ്. അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. സോ AT കാണണം. നമുക്ക് MMF ആണ് വേണ്ടത്, ആംപിയർ ടേൺസ് MMF. MMFനോട് ഇക്വേഷൻ നമുക്കറിയാം, ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് ആണ്. 5 × S ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, 5 × S. S = എന്താ? L/μ0μr/A. പക്ഷേ ഈ ഇക്വേഷനിൽ 5 കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ലെഫ്റ്റ് ലിംബിലെ 5 അറിയണം, സെൻട്രൽ ലിംബിലെ 5 അറിയണം. നിങ്ങൾക്ക് ആകെ റൈറ്റ് ലിംബിലെ 5 മാത്രമേ തന്നിട്ടുള്ളൂ. സോ അത് വെച്ച് നിങ്ങൾ മറ്റ് 5 കണ്ടുപിടിക്കണം. അതിനുള്ളൊരു ഹിൻ്റാണ് ഈ പ്രോബ്ലത്തിൻ്റെ മെയിൻ ഹിൻഡ്. ഓക്കെ, അതായത് സെൻട്രൽ ലിംബും റൈറ്റ് ലിംബും, അതായത് L1ഉം L2ഉം പാരലൽ പാത്ത്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ? പാരലൽ പാത്ത്സിൻ്റെ MMF എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഹിൻഡ്. പാരലൽ പാത്തിൻ്റെ MMF സെയിം ആയിരിക്കും. MMFൻ്റെ ഇക്വേഷൻ എന്താ? ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. അതായത് സെൻട്രൽ പാത്തിൻ്റെ MMF 5(1) × S1ഉം റൈറ്റ് പാത്തിൻ്റെ MMF 5(2) × S2ഉം സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതി, 5(1) S1 = 5(2) S2. 5(1) ഉള്ള ഇക്വേഷൻ എന്തായിരിക്കും? നമുക്കറിയാം L/μ0μr/A. ആൻഡ് 5(2)ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം S1ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം L1/μ0μr/A. ആൻഡ് S2ൻ്റെ ഇക്വേഷൻ L2/μ0μr/A ആണല്ലോ. ഇതിൽ μ0 μr ഒക്കെ സെയിമാണ്, ബിക്കോസ് സെയിം മെറ്റീരിയലാണ്. A ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും
രണ്ട് ഭാഗത്തും ഒരേ ക്രോസ് സെക്ഷൻ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും സെയിം ആണ്. സോ അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് കിട്ടും? 5(1) × L1 = 5(2) × L2 എന്ന് കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ 5(1) = 5(2) L2/L1 എന്ന് എഴുതാം. 5(2)ൻ്റെ ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 5(2)ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L2ൻ്റെ ലെങ്ത് എത്രയാണ്? റൈറ്റ് ലിംബ് അല്ലേ 25. L1ൻ്റെ ലെങ്ത് എത്രയാണ്? സെൻട്രൽ ലിംബ് 15. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 3.3 mW എന്ന് കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് എന്തോ കിട്ടി? സെൻട്രൽ ലിംബിൻ്റെ ഫ്ലക്സ് നിങ്ങൾ കണ്ടുപിടിച്ചു 5(1). റൈറ്റ് ലിംബിൻ്റെ ഓൾറെഡി തന്നിട്ടുണ്ട് 2 mW. അത് രണ്ടും കൂടെ സം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെൻട്രൽ ലിംബിൻ്റെയും റൈറ്റ് ലിംബിൻ്റെയും കൂടെ സം ചെയ്താൽ എന്ത് കിട്ടും? ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ മെയിൻ ഫ്ലക്സ് ആണല്ലോ സെൻട്രൽ ലിംബിലേക്കും റൈറ്റ് ലിംബിലേക്കും സ്പ്ലിറ്റ് ആയി പോയത്. 5 = 5(1 + 5(2). ആ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് 5(2) തന്നിട്ടുണ്ട്, 5(1) നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ചു. സോ നിങ്ങൾക്ക് 5.33 mW എന്ന് കിട്ടും. അതാണ് നിങ്ങളുടെ ഫസ്റ്റിൽ കാണുന്ന മെയിൻ എക്സൈറ്റേഷൻ കൊടുത്ത ലിംബിലുള്ള ഫ്ലക്സ്. ബാക്കിയുള്ള രണ്ട് പാരലും കൂടെ സം ചെയ്ത് അത് കണ്ടുപിടിച്ചു. അടുത്തത് AT റിക്വയർഡ് ഫോർ ലെഫ്റ്റ് ലിംബ്, അതായത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിലുള്ള ഫസ്റ്റത്തെ ലിംബ് 25 cm ആണ് അതിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത്. അത് എന്ത് ചെയ്തു നിങ്ങൾ? 5 × L/μ0 μr(a). 5 നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച 5.33 × 10⁻³ കൊടുത്തു. ഓക്കെ. ഇൻറ്റു ലെങ്ത്ത്, സെൻട്രൽ ലെഫ്റ്റ് ലിംബിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 25 cm, സെൻട്രൽ ലിംബിൻ്റെ 15, റൈറ്റ് ലിംബും 25 ആണല്ലോ. അപ്പോൾ ആ 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4π × 10⁻⁷ μ0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. μr പകരം 600 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഏരിയയ്ക്ക് പകരം 4 × 10⁻⁴ 2 × 2 cm അല്ലേ. അപ്പോൾ എന്താ വരിക? 4 × 10⁻⁴ ആണ് ഏരിയ വരിക. അത് സോൾവ് ചെയ്താൽ 4420.9 ആംപിയർ ടേൺ എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ആംപിയർ ടേൺ ആണ് ആ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ ആകെ സപ്ലൈ ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? റൈറ്റ് ലിംബിൽ 2 mW പോവുക എന്ന കണ്ടീഷൻ വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നത്. അപ്പം അത് വെച്ച് നിങ്ങൾക്ക് ഇത്രയാണ് നിങ്ങൾ അങ്ങനെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ടോട്ടൽ ആംപിയർ ടേൺ എന്ന് മനസ്സിലായി. ഇനി അടുത്ത സിമ്പിളാണ്. ആംപിയർ ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധനം. അതിൻ്റെ ഇക്വേഷൻ എന്താ? N × I. സോ N × I ആണ് ഇപ്പോൾ പറഞ്ഞ ഇപ്പോൾ കിട്ടി 4420.9. ഓക്കെ. ഓക്കെ. അപ്പം നിങ്ങളിപ്പം ചെറിയൊരു എററല്ല, നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താ? ലെഫ്റ്റ് ലിംബിൻ്റെ കണ്ടുപിടിച്ചു. ലെഫ്റ്റ് ലിംബ് മാത്രം മതിയോ ടോട്ടൽ ആംപിയർ ടേൺ ആവാൻ? അത് ലെഫ്റ്റ് ലിംബിൻ്റെ ആംപിയർ ടേൺ 25 cm ഉള്ള ആ പാത്തിൻ്റെ ആംപിയർ ടേൺ കിട്ടി. നിങ്ങൾക്ക് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ആംപിയർ ടേൺ ആണ് വേണ്ടത്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തും കൂടെ സം ചെയ്യണം. അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ സെൻട്രൽ ലിംബ് ഫുൾ പാത്തായി, അല്ലെങ്കിൽ സെൻട്രൽ ലിംബ് ഒഴിവാക്കുക, റൈറ്റ് ലിംബ് ഇതോ വെച്ച് കൊടുക്കുക. രണ്ട് പാരലൽ പാത്ത് ഉണ്ട്, ഏതെങ്കിലും ഒരു പാരലൽ പാത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ പ്രിഫർ ചെയ്തിട്ടുള്ളത് റൈറ്റിൻ്റെ ആണ്. നിങ്ങൾക്ക് റൈറ്റ് വെച്ചോ സെൻറ്റർ വെച്ചോ ചെയ്യാം. ഞാൻ റൈറ്റിൻ്റെ എടുത്തു. റൈറ്റിൻ്റെ MMF എന്താ? 5(2 × S2). 5(2) ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2 × 10⁻³ അതിൻ്റെ ലെങ്ത് അറിയാം, അതിൻ്റെ μ0 അറിയാം, μr അറിയാം, a അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1657 എന്ന് കിട്ടി. എന്തിന്? റൈറ്റ് ലിംബിലേക്ക് വേണ്ട MMF 1657 ആണ് കിട്ടി. ലെഫ്റ്റ് ലിംബ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 4420 ആണ്. രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6078 ആംപിയർ ടേൺസ് ആണ് ടോട്ടൽ വേണ്ടത് മനസ്സിലായി. അത്രയും ആംപിയർ ടേൺസ് ഉണ്ടാക്കാൻ നിങ്ങൾ വെച്ചിട്ടുള്ള എന്താ? ഒരു സ്പ്രിങ് ആണ്. ആ സ്പ്രിങ്ങിന് 500 ടേൺസ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ ആ സ്പ്രിങ്ങിൽ എത്ര കറണ്ട് ആ കോയിലിൽ കൊടുക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ ഇത് ഇക്വേറ്റ് ചെയ്യുക. അതായത് ടോട്ടൽ MMF ആയ 6078നെ NI ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. 500 × I. N 500 ആണല്ലോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ I = 6078/500, that is equal to 12.15 ആംപിയർ. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ ഈ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയി ചെയ്തത്. ലാസ്റ്റ് KTU എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ മൊഡ്യൂളിൽ ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്, ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു പ്രോബ്ലമാണ്. ലാസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സീരീസ് റിങ്ങിൻ്റെ പ്രോബ്ലം ചെയ്തല്ലോ. റിങ്ങിൻ്റെ പ്രോബ്ലം സീരീസ് പാത്താണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ പാരലൽ പാത്തിൻ്റെയും. ബട്ട് ഇറ്റ് ഈസ് സംവാട്ട് ഡിഫിക്കൽട്ട് ദാൻ ദ സ്പ്രിംഗ് ടൈപ്പ് റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ. റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ സിമ്പിളാണെന്നല്ല, പക്ഷേ ഇത് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ പാരലൽ പാത്ത് സം ചെയ്യുന്നതൊക്കെ
തെറ്റിപ്പോകും. ആൻഡ് ഇറ്റ് ഈസ് സംവാട്ട് മോർ കൺസെപ്റ്റ് ഓറിയൻറ്റഡ്. കുറച്ചും കൂടെ നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കി തന്നെ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം. ഇത് ചാൻസ് ഉള്ളൊരു പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സെപ്പറേറ്റ് ആയിട്ടൊരു ഒരു ഹാഫ് അവർ വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതോടെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലൊരു മെയിൻ പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് മൊഡ്യൂളിലേക്ക് വരുന്ന സെക്കൻഡ് മൊഡ്യൂളിലൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് AC 3-phase സർക്യൂട്ടിൻ്റെയും മറ്റേ AC സർക്യൂട്ട്സിലേക്ക് വരുമ്പോഴുള്ള വേണ്ട കുറച്ച് ഇൻട്രൊഡക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കൊറോണ ലോക്ക്ഡൗൺ പീരീഡിൽ ചൂടും കാര്യങ്ങളൊക്കെ കാരണം മുടിയൊക്കെ മൊട്ടയടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. താങ്ക് യു.